വേദിയെയും സദസ്സിനെയും ഏറെ പ്രൗഢഗംഭീരമാക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അധ്യാപകരെ, ഏറെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സാദിയയുടെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായത്തിന് ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. 1970-കളുടെ ആരംഭത്തിൽ ഈ കാസർഗോഡിൻ്റെ ഉൾനാടൻ പ്രദേശങ്ങളിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു വിദ്യാഭ്യാസ കൂട്ടായ്മ, അത് ഓരോ നാളുകൾ കഴിയുന്തോറും പുതിയ പുതിയ മേഖലകളിലേക്ക് ചുവടുവെച്ച് ഈ കാസർഗോഡിൻ്റെയും മലബാറിൻ്റെയും ഒക്കെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് വളരെ സ്തുത്യർഹമായ സംഭാവനകൾ നൽകി മുന്നോട്ട് പോവുകയാണ്. സ്തുത്യർഹമായ സംഭാവന എന്ന് പറഞ്ഞാൽ സ്തുതിക്കർഹമായ സംഭാവന എന്നാണ് അർത്ഥം. അത്തരത്തിലുള്ള പ്രവർത്തനമാണ് സാദിയ ഈ കഴിഞ്ഞ 5 പതിറ്റാണ്ട് കാലത്തിലധികമായി ഈ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. CBSE സ്കൂളുകളായാലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളായാലും മറ്റ് സ്കൂളുകൾ ഉൾപ്പെടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ, അതുപോലെ തന്നെ മറ്റ് മതപഠനത്തിനാവശ്യമായിട്ടുള്ള കോളേജുകൾ, സൗകര്യങ്ങൾ, ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ITI സാങ്കേതിക പഠനത്തിനുള്ള സൗകര്യങ്ങൾ, അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഒരു പടി കൂടി പിന്നിട്ടുകൊണ്ട് ഒരു സ്വന്തമായി ലോ കോളേജും ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. 2ാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ആ ലോ കോളേജിനെ ഏറ്റവും ഭംഗിയായി കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ആധുനികമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഒരു പുതിയ മന്ദിരവും ഇവിടെ സാധ്യമാകുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ അധ്യക്ഷനുമൊക്കെ സൂചിപ്പിച്ചതുപോലെ, നമ്മുടെ നാടിൻ്റെ വളർച്ചയിൽ ഓരോ വ്യക്തിയുടെയും ജീവിത വിജയത്തിൽ വിദ്യാഭ്യാസത്തിന് വലിയ പങ്കുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം സമൂഹം അഭിമുഖീകരിക്കുന്ന പലതരത്തിലുള്ള പിന്നോക്കാവസ്ഥ, അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള പിന്നോക്കാവസ്ഥയ്ക്കൊക്കെ അതിന് വലിയ തോതിലുള്ള മാറ്റം കൊണ്ടുവരാനായിട്ട് വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിക്കും എന്ന തിരിച്ചറിവാണ് ഈ സ്ഥാപനത്തെയൊക്കെ ശക്തമായി മുന്നോട്ട് നയിക്കുന്നത് എന്ന് പറയുകയാണ്. നമ്മൾ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനോട് കൂടിയിട്ട് ഈ ലോ കോളേജ് പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെയേറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നിയമ പഠനത്തിന് വലിയ പങ്കുണ്ട്, വലിയ സാധ്യതകളുണ്ട്. നമ്മൾ പറയാറുണ്ട്, ദോസ് ഹു നോ ദ റൂൾസ് ഓഫ് ദ ഗെയിം വിൽ റൂൾ ദ ഗെയിം എന്നാണ് പറയുന്നത്. അതായത് മത്സരത്തിൻ്റെ നിയമങ്ങൾ കൃത്യമായി അറിയുന്ന ആളുകൾ മത്സരത്തെ നിയന്ത്രിക്കുന്നു എന്നാണ് പറയുന്നത്. ഫുട്ബോൾ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഫൈനലിൻ്റെ ആവേശമൊക്കെ തീർന്ന് ഇവിടെ നിൽക്കുകയാണ്. അർജൻറ്റീനക്കാരൊന്നും ആരും വിഷമിക്കണ്ട, നമുക്കിനി അവസരങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞ ഗെയിം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സാമൂഹിക പരിതസ്ഥിതിയിൽ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും നമുക്ക് നീതി നടപ്പിലാക്കി കിട്ടുന്നതിനുമൊക്കെ തീർച്ചയായിട്ടും നിയമപഠനം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളൊരു ജനാധിപത്യ സംവിധാനത്തിലാണ് ജീവിക്കുന്നത്. ജനാധിപത്യ സംവിധാനം പ്രവർത്തിക്കേണ്ടത് എപ്പോഴും ഭരണഘടനയുടെ അടിസ്ഥാനത്തിലും ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന നിയമത്തിൻ്റെയും അവകാശങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ്. ഇന്ന് രാജ്യത്ത് നമ്മൾ കാണുന്ന, നമ്മൾ നേടിയെടുത്ത, അല്ലെങ്കിൽ ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നേടിയെടുത്ത എല്ലാ അവകാശങ്ങളും അത് ഭരണഘടനയുടെ ഭാഗമായി ഇന്നുണ്ട് എങ്കിൽ അത് കൃത്യമായി നടപ്പിലായി മുന്നോട്ട് പോകുന്നു എന്ന് ഉറപ്പുവരുത്തുവാനുള്ള ഉത്തരവാദിത്തം നമുക്കെല്ലാവർക്കും ഉണ്ട്. ആ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കപ്പെടണമെങ്കിൽ കൃത്യമായ നിയമത്തെക്കുറിച്ചുള്ള ബോധവും കൃത്യമായ അവബോധവും സാധാരണ ജനങ്ങളിൽ വരെ എത്തുമ്പോഴാണ് നമ്മുടെ ജനാധിപത്യവും ഭരണഘടനയും അതിൻ്റെ അന്തസത്ത പൂർണ്ണ അർത്ഥത്തിൽ എല്ലാ ജനങ്ങളിലേക്കും എത്തുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിയമപഠനത്തിന് വളരെ പ്രസക്തിയുണ്ട്. സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുന്നതിൽ ഇത് വലിയ പങ്ക് വഹിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, പാർശ്വവൽക്കരിക്കപ്പെടുന്ന സമൂഹങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാനായിട്ട്, അവരുടെ സാമൂഹ്യ മുന്നേറ്റത്തിനുമൊക്കെ ഇന്നത്തെ നിയമവ്യവസ്ഥിതിയെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട
ഒരു കണ്ണിയാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൂണാണ് നമ്മുടെ ജുഡീഷ്യറി എന്ന് പറയുന്നത്. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഈ 3 ഓർഗൻസും വളരെ കൃത്യമായി പ്രവർത്തിക്കുമ്പോഴാണ് ജനാധിപത്യത്തിന് കൂടുതൽ അർത്ഥമുണ്ടാവുന്നത്, ജനാധിപത്യത്തിന് കൂടുതൽ ആഴമുണ്ടാവുന്നത്. ഇന്ന് നമ്മൾ പലപ്പോഴും കാണുന്നത് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത് എക്സിക്യൂട്ടീവിനേക്കാളും ലെജിസ്ലേച്ചറിനേക്കാളും. എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉദ്യോഗസ്ഥ സംവിധാനം, ലെജിസ്ലേച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ ജനപ്രതിനിധികൾ ഉൾപ്പെടുന്ന രാഷ്ട്രീയ സംവിധാനം. ഈ 2 സംവിധാനങ്ങളെക്കാൾ കൂടുതൽ പൊതുജനങ്ങൾക്ക് വിശ്വാസ്യത പലപ്പോഴും ജുഡീഷ്യറിയിലാണ് നമ്മൾ കാണുന്നത്. എപ്പോഴും അത് പൂർണ്ണാർത്ഥത്തിൽ ശരിയാവണം എന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ജുഡീഷ്യറിയിൽ ജനങ്ങൾ ഇപ്പോഴും വലിയ വിശ്വാസം അർപ്പിക്കുന്നുണ്ട്. എന്നാൽ ജുഡീഷ്യറിയിലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കാത്ത പല പ്രവണതകളും ദേശീയ തലത്തിലും ഒക്കെ വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. ഭരണഘടനയെ സംരക്ഷിക്കുവാനായിട്ട് അതിൽ ജുഡീഷ്യറിക്ക് നൽകിയിരിക്കുന്ന, അല്ലെങ്കിൽ ജുഡീഷ്യറിയുടേതായിട്ടുള്ള എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ നിലനിർത്തുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പോരാടേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. അല്ലെങ്കിൽ ആ ജുഡീഷ്യറിക്കുള്ള വിശ്വാസ്യത പോലും തകർക്കപ്പെടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ പ്രവണതകളുമൊക്കെ രാജ്യത്ത് വർദ്ധിച്ചു വരും. അതിനെ പ്രതിരോധിക്കാനായിട്ട് നമുക്കൊക്കെ ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ആ ജുഡീഷ്യൽ സംവിധാനം അത് സാധാരണക്കാരന് അക്സസിബിൾ ആക്കുക, സാധാരണക്കാരന് പ്രാപ്യമാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന, ഞാൻ പറയുന്നതിനെ മറ്റു രീതിയിൽ കാണേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഒരു വിമർശനമായിട്ട് കാണേണ്ട, നമ്മുടെ ഒരു ചിന്തയായിട്ട് മാത്രം കണ്ടാൽ മതി. നമുക്കറിയാം, പലപ്പോഴും സാധാരണക്കാരനെ സംബന്ധിച്ച് നീതി നടത്തി കിട്ടുന്നതിന് വലിയ കാലതാമസം എടുക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു കോടതിയിൽ ഒരു സിവിൽ കേസുമായി പോയാൽ നീതി നടത്തി കിട്ടാനായിട്ട് മാസങ്ങളല്ല വർഷങ്ങളെടുക്കും. ഒരു സാധാരണ പൗരനെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ പോയി ഒരു കേസ് നടത്തി നീതി നടപ്പിലാക്കി കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രായോഗികമായി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അധികാരമുള്ള ആളുകൾ ഏതവസരം വന്നാലും, അല്ലെങ്കിൽ അവർക്ക് പറയാവുന്ന ഒരു വാക്ക്, മറ്റേ പഴയ സിനിമയിൽ പറയുന്നത് പോലെ, എന്നാൽ താൻ പോയി കേസ് കൊടുത്തോളൂ എന്ന് ഒരു സിനിമയിൽ പറയുന്നത് പോലെ, കേസ് കൊടുത്തോ ഞങ്ങൾ കോടതിയിൽ കണ്ടോളാം എന്ന് പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഒന്ന്, സാധാരണക്കാരന് നീതി നിർവഹണം അത് കൂടുതൽ പ്രാപ്യമാവണം, അക്സസിബിൾ ആവണം, അത് സമയബന്ധിതമായിട്ട് ലഭ്യമാകാനുമുള്ള സാഹചര്യം ഉണ്ടാവണം. കീഴ്ക്കോടതികളിൽ ഒന്ന് സമയത്തിൻ്റെ പ്രശ്നം, മേൽക്കോടതികളിലേക്ക് പോകുമ്പോൾ സാധാരണക്കാരന് അത് എത്രത്തോളം അക്സസിബിൾ ആണ് എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയി ഒരു കേസ് നടത്താൻ ഈ കാസർഗോട്ട് ഒരു സാധാരണക്കാരന്, ഒരു കൂലിപ്പണിക്കാരന് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അത് അത്ര എളുപ്പത്തിൽ സാധിക്കില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. കൊള്ളാവുന്ന ഒരു വക്കീലിനെ ഹൈക്കോടതിയിൽ എൻഗേജ് ചെയ്യണമെങ്കിൽ, കൊള്ളാവുന്ന ഒരു വക്കീലിനെ അല്ലെങ്കിൽ ഒരു സീനിയർ ലോയറിനെ സുപ്രീം കോടതിയിൽ എൻഗേജ് ചെയ്യണമെങ്കിൽ ആധാരം പണയം വെച്ചിട്ട് വേണം പോകാനായിട്ട്. അത്രയും അധികം നിയമവ്യവസ്ഥിതി അല്ലെങ്കിൽ നീതി നിർവഹണം അല്ലെങ്കിൽ കോടതി വ്യവഹാരങ്ങൾക്ക് വലിയ ചെലവ് വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് സാധാരണക്കാരന് നീതി നിർവഹണം ഉറപ്പുവരുത്തുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ കൂടുതൽ ജനകീയമാക്കുകയും നമുക്ക് കൂടുതൽ ലോ കോളേജുകളും കൂടുതൽ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ കോടതികൾ ഉൾപ്പെടെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. കോടതികളിൽ കേസുകൾ കെട്ടിക്കിടക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ കൂടുതൽ കോടതികൾ ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് സാധാരണക്കാരന് നീതി അല്ലെങ്കിൽ അവൻ്റെ അവകാശങ്ങൾ അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ പ്രദേശത്ത് സാധാരണ ജനങ്ങൾക്ക് അല്ലെങ്കിൽ നിയമം പഠിക്കുവാൻ ആഗ്രഹിച്ചു വരുന്ന സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട ഒരു നിയമവിദ്യാഭ്യാസം നൽകുന്ന ഒരു സ്ഥാപനമായി സാദിയ ലോ കോളേജ് മാറുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഈ കോളേജ് ഈ നാടിന് ഒരു മുതൽക്കൂട്ടാണ്. ഇത് കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകാൻ ഇനിയും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. തുടർന്നും ഈ കോളേജിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സാധ്യമായിട്ടുള്ള, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് സാധ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും പിന്തുണയും ഒക്കെ നൽകുന്ന കാര്യത്തിൽ ഈ ഗവൺമെൻറ് ഇതിനോട് കൂടെയുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.